Hello children, നമുക്കിന്ന് സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ ഫാക്ടറൈസേഷൻ നോക്കാം. നമ്മൾ ഇതേ തന്നെയാണ് പോളിനോമിയലിലും പഠിച്ചിട്ടുള്ളത്. ഓർക്കുന്നുണ്ടോ? പോളിനോമിയൽസിൽ എന്തായിരുന്നു? സീറോസ് ഓഫ് എ പോളിനോമിയൽ, സീറോസ് ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പഠിച്ചില്ലേ? ബൈ ഫാക്ടറൈസേഷൻ. സെയിം തിങ്, റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസിങ് ദിസ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. എന്താണ് എക്സാമ്പിൾ പ്രോബ്ലം? 2x² minus 5x plus 3 is equal to 0. By factorization, we need to find the solution of this quadratic equation. Okay, എന്ത് ചെയ്യാം? We need to split the middle term, that is 5x. Okay, this 5x we can write it as what? 2x minus 3x, right? That is minus 2 minus 3, that is minus 5. That 2x² minus 2x minus 3x plus 3 is equal to 0. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി എന്ത് ചെയ്യാം? ഒരു 2x കോമൺ ആയിട്ട് എടുക്കാം, ഇല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? x മൈനസ് 1. ഇവിടെ നിന്നൊരു -3 കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ എന്ത് വരും? x -3 ആണ് കോമൺ, സോ ഇറ്റ് ഈസ് x മൈനസ് 1 അല്ലേ? അപ്പോഴല്ലേ ഇവിടെ പ്ലസ് ആവുള്ളൂ. മൈനസ് മൈനസ് പ്ലസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ x മൈനസ് 1 തന്നെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? 2x മൈനസ് 3, that is equal to 0. Then x is equal to 1 and 2x is equal to 3, that is x is equal to 3/2. Okay, then എന്ത് ചെയ്യുന്നു? ഈച്ച് വാല്യൂസ് ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി വേണമെങ്കിൽ എഴുതാം നമുക്ക്. എന്ത് ചെയ്യാം? ദിസ് മീൻസ് x is equal to 1, x minus 1 is equal to 0 and x minus 3 is equal to 0. That means x is equal to 1 and x is equal to 3/2. These are the solutions or the roots of the quadratic equation by factorization method. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിലെ സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ചെയ്തത്. ഇവിടെ സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇക്വേഷനും പോളിനോമിയലും തമ്മിൽ എന്താ ഡിഫറൻസ്? ഇക്വേഷൻ ആകുമ്പോൾ ദർ ഈസ് എ ഈക്വൽ സിമ്പിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്വാഡ്രാറ്റിക് മീൻസ് ഡിഗ്രി ഓഫ് എക്സ് ഈസ് 2 എന്ന് തന്നെയാണ്. എന്ത് ചെയ്തു? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തു, കോമൺ ആയിട്ട് എടുത്തു, സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഓർ ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 3/2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3x² minus 2 root x plus 2 is equal to 0. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? മിഡിൽ ടേം എന്ത് ചെയ്യാണ്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. സോ 3x² minus 2 root x we can write it as minus root x and minus root x plus 2 is equal to 0. ഇനി എന്ത് ചെയ്യാം? ഇതിൽ രണ്ടിനും കോമൺ ആയിട്ട് എന്താണുള്ളത്? ഒരു √3 കോമൺ എടുത്താലോ? ഒരു √3 എക്സ് എടുക്കാം, അല്ലേ? അപ്പോൾ എന്ത് വരും? √3 × √3 ആണ് 3, അതറിയാമല്ലോ. √3 × √3 എന്താ? 3 അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ഒരു √3 എടുക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു √3 എങ്ങനെ എടുക്കുവാണെങ്കിൽ പിന്നെ ഒരു √3 അല്ലേ ബാക്കിയുള്ളത്. സോ ഇറ്റ് ഈസ് √3x. രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 3 ആയില്ലേ? ഓക്കെ, ദെൻ √3x മൈനസ് ഇവിടെ നിന്ന് എന്താ എടുത്തത്? √3 ആണ് എടുത്തത്. സോ ഇറ്റ് ഈസ് √2 ആയിരിക്കും റിമൈനിങ്, അല്ലേ? √6 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് √3 × √2, റൈറ്റ്? അപ്പോൾ √3 പുറത്തെടുത്തപ്പോൾ എന്താ കിട്ടിയത്? √2 ആണ് ബാക്കിയുള്ളത്. എക്സും പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ √3 × √3 2 ആണ് √6, അല്ലേ? അപ്പോൾ ഇവിടെ നിന്നൊരു √2x പുറത്തെടുത്താലോ? √2 മാത്രം എടുക്കാം, ഇല്ലേ? √2 മാത്രം എടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? √3x. പിന്നെ 2ൽ എത്ര √2 ഉണ്ടാവും? √2 × √2 ആണ് 2. സോ ഒരു റൂട്ട് പുറത്തെടുത്തപ്പോൾ എന്ത് വന്നു? ഒരു √2 മാത്രം വന്നു. ഓക്കെ, ഇവിടെ മൈനസ് ആകുമ്പോൾ അവിടെ മൈനസ് ആകുമ്പോഴേ പ്ലസ് ആവുള്ളൂ, അല്ലേ? ഒരു മൈനസ് തന്നെയല്ലേ അവിടെ? അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യാം? ഇനി √3x മൈനസ് √2, √3x മൈനസ് √2, ആ രണ്ടിൽ നിന്നും √3x മൈനസ് √2 പുറത്തെടുത്താൽ എന്ത് വരും? √3x മൈനസ് √2. സോറി, √3x മൈനസ് √2 പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ എന്താ വരിക? സെയിം √3x മൈനസ് √2 തന്നെ വരുമില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി √3x ഇസ് ഈക്വൽ ടു √2, ദെൻ √3x ഇസ് ഈക്വൽ ടു √2 ആൻഡ് x ഇസ് ഈക്വൽ ടു √2/√3.
√2/√3 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ആണ്, സെയിം റൂട്ടാണ്. സോ ദ റൂട്ട്സ് ഓഫ് ദ റിപ്പീറ്റഡ് ആയിട്ട് സെയിം വാല്യൂ തന്നെയല്ലേ കിട്ടുക. ഇതിനെ ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയത്. ഇതിനെ എങ്ങനെ എഴുതാം? √2/3 എന്ന് എഴുതാം ഇല്ലേ. ഇനി ഇതിനെ ഇക്വേറ്റ് ചെയ്താലും സെയിം തന്നെ കിട്ടില്ലേ. അപ്പോൾ സെയിം ഈക്വൽ റൂട്ട്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനെ 2 ടൈംസ് എഴുതുക. സോ ദ റൂട്ട്സ് ഏതൊക്കെയാണ്? 2√2/3 ആൻഡ് √2/3. ഓക്കെ. നെക്സ്റ്റ് 4.2-ലെ എക്സസൈസ് 4.2-ലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. ഇത് എന്തിൻ്റെയാണ്? ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ ആണ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x² - 3x - 10 = 0. എങ്ങനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കാം? ഈ മിഡിൽ ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? x², ദിസ് ഈസ് x². ഓക്കെ. x² - 5x + 2x എഴുതാമല്ലോ. രണ്ടും കൂടി ആകുമ്പോൾ -3x ആവില്ലേ. ദെൻ -10 = 0. ദെൻ എന്തെടുക്കാം പുറത്ത്? ഒരു എക്സ് പുറത്തെടുത്താലോ? x - 5 എന്ന് കിട്ടും ഇല്ലേ. ഇവിടെ ഒരു 2 പുറത്തെടുത്താലും x - 5 എന്ന് കിട്ടും. ഇപ്പോൾ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്യേണ്ടത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഇതുപോലെ പുറത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ഒരു x - 5 കോമൺ ആക്കാമല്ലോ. അപ്പോൾ അകത്ത് എന്താ വരിക? x + 2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് x - 5 ഈസ് ഈക്വൽ ടു 0 ആൻഡ് x + 2 ഈസ് ഈക്വൽ ടു 0. That is x is equal to 5 and x is equal to -2 are the solutions for this quadratic equation. Solution or the roots of this quadratic equation. മനസ്സിലായില്ലേ? എന്താ ചെയ്യുന്നത്? x² - 3x - 10 = 0 എന്നാണ്. സോ എന്ത് ചെയ്യാം? ഈ x² - 5x + 2x എന്ന് സ്പ്ലിറ്റ് ചെയ്തു. സോ എന്ത് കിട്ടി? ഇനി x പുറത്തെടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? x - 5, അവിടെ x - 5, പിന്നെ x - 5 എടുക്കുവാണെങ്കിൽ x + 2. സോ x is equal to 5 and x is equal to -2. ഓക്കെ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. √2x² + 7x + 5√2 = 0. എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? √x² + 7x എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? റൂട്ട് ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഒരു 2 ഉണ്ടെങ്കിൽ ഒരു √2 പുറത്തെടുത്തൂടെ? അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. √2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 5 ആണുള്ളത്. ദെൻ 5√2 = 0. ദെൻ √2 എക്സ് പുറത്തെടുത്താൽ എന്ത് വരും? ഇവിടെ x + √2 വരും ഇല്ലേ. സെയിം ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഒരു 5 പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? x + √2 വരില്ലേ. ഇനി നമുക്ക് ഈ x + √2 കോമൺ ആയിട്ട് എടുത്താൽ എന്താ വരിക? x + √2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ √2x and 5 റിമൈനിങ് ഉണ്ടല്ലേ. √2x + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ x ഈസ് ഈക്വൽ ടു -√2. ദെൻ √2x + 5 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് √2x ഈസ് ഈക്വൽ ടു -5. x ഈസ് ഈക്വൽ ടു -5/√2. ദെൻ ഹിയർ ഇറ്റ് ഈസ് -√2 ആൻഡ് ഇറ്റ് ഈസ് x is equal to -5/√2. These are the two roots of this quadratic equation. Okay. Next, fifth question ആണ്. ഏതാ? 100x² - 20x + 1 = 0. എന്ത് ചെയ്യാം? മിഡിൽ ടേം -20 ആണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 100 ആണ്. അപ്പോൾ 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം അല്ലേ. ഇവിടെ ഒരു 10x പുറത്തെടുത്താൽ എന്ത് വരും? 10x മൈനസ് ഇവിടെ എന്താണ്? 10x പുറത്തെടുത്തില്ലേ 1 എന്ന് വരും. ദെൻ ഇവിടെ നിന്നൊരു -1 എടുത്താലോ? -1 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ഇവിടുത്തെ ബ്രാക്കറ്റിലും കിട്ടാനായിട്ട് നോക്കുക. സോ ഒരു -1 എടുക്കാം. എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി 10x - 1 10x - 1 വന്നില്ലേ. ഇനി എന്താ വരിക? 10x - 1 then is equal to 0. സോറി, ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ടേം ആദ്യം എഴുതാം. 10x - 1 into 10x - 1 is equal to 0. സോ എന്ത് കിട്ടും? 10x is equal to 1 then x is equal to 1/10. ഇവിടെയും അത് തന്നെയല്ലേ വരിക. 10x - 1 is equal to 0 then x is equal to 1/10. സോ സെയിം റൂട്ട് 2 ടൈംസ് കിട്ടും. സെയിം ഈക്വൽ റൂട്ട്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ. അതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇതിനകത്ത്
ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എല്ലാ സെക്ഷനിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമായിരിക്കും നമ്മൾ കവർ ചെയ്യുക. ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ബാക്കിൽ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്, ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് കറക്റ്റാണോ എന്ന്. ഏതെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലിഗ്രാം ലിങ്ക് ഞാൻ ഇടാം. ആ ലിങ്കിൽ ആദ്യമൊക്കെയുള്ള റേഡിയോയിലെല്ലാം എല്ലാത്തിലും ഞാൻ ഇട്ടേക്കാം. ടെലിഗ്രാം ലിങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡൗട്ടുള്ളത് ചോദിക്കാം. ഓക്കെ, ഞാനെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ചെയ്തു തരും, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫാക്ടറൈസേഷൻ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് ബൈ ഫാക്ടറൈസേഷൻ ആണെന്ന് നോക്കിയത്. എന്ത് ചെയ്യണം, മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക, കോമൺ ആയിട്ടുള്ളതെല്ലാം എടുക്കുക, എന്നിട്ട് ഇക്വേറ്റ് ടു 0. സോ വി വിൽ ഗെറ്റ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ 4.2 എന്നുള്ള നമ്മുടെ എക്സസൈസും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം റിവൈസ്ഡ് സിലബസ് അനുസരിച്ചിട്ടുള്ളതാണ്. എല്ലാവരും തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങളുടെയൊക്കെ ബോർഡ് എക്സാം ഇപ്പോൾ വേഗത്തിൽ തന്നെ വരും. സോ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.